was blessed. Amen. You are seeing God as very less. You stand for the Lord, God will bless you. അബ്രഹാമിനോട് നോക്കി ദൈവം എന്താ പറഞ്ഞതെന്ന് അറിയാമോ? You look how much you look, the land I will give to you. നിന്റെ കണ്ണ് എവിടെ വരെ പോകുന്നു അത് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അല്ല പിടികിട്ടിയ? See the Lord as big. ചില ആൾക്കാർ ഇപ്പോഴും വേറെ എവിടെയൊക്കെ പണിക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ സാമ്പത്തിക വിടുതൽ എന്ന് പറഞ്ഞു. യു വർക്ക് ഫോർ ദ ലോർഡ് സിൻസിയറായിട്ട്, ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വേല ചെയ്യും. അവിടെ ദൈവമാണ് തരുന്നത് പൈസ. ഫസ്റ്റ് യു കീപ് ദ വേർഡ്. ദൈവവചനം കാത്തിട്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ദൈവമാണ് പൈസ തരുന്നത്. ഇഫ് യു ഗോ ആൻഡ് വർക്ക് ഫോർ എ പ്രൈവറ്റ് പേഴ്സൺ, ഒരു മനുഷ്യന് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യാൻ പോയാൽ യു വിൽ ഗെറ്റ് വേജസ്. വൈകുന്നേരം കൂലി കിട്ടുമോ? ഇത് എല്ലാവർക്കും കൂടെയാണ് പറയുന്നത് കേട്ടോ, നിങ്ങളോട് മാത്രമല്ല കേട്ടോ. നിങ്ങൾ ഇഫ് യു ഗോ ആൻഡ് വർക്ക് ഫോർ എ പേഴ്സൺ, ഒരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോയാൽ പൈസ കിട്ടുമോ? പൈസ തരാതിരിക്കുമോ? ഡെഫിനറ്റ്ലി യു വിൽ ഗിവ്. ഉറപ്പായിട്ടും ആ വ്യക്തി തന്നിരിക്കും. 8 മണി മുതൽ 5 മണി വരെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 1000 രൂപ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇഫ് യു വർക്ക് ഫോർ സംബഡി യു വിൽ ബി പെയ്ഡ് 1000 rupees ഡെഫിനറ്റ്ലി. ഇഫ് യു വർക്ക് ഇൻ കോൺട്രാക്ട് ബേസിസ് ഫോർ 1 week യു വിൽ ബി പെയ്ഡ്. ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ പണി ചെയ്യാൻ പോയ പൈസ കിട്ടുമോ? ആരെങ്കിലും പൈസ കൊടുക്കാത്ത ചരിത്രം കഴിയും? എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടായിരിക്കും. പൈസ കിട്ടിയിട്ടില്ലേ? ഇഫ് യു വർക്ക് ഇൻ എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ പൈസ തരത്തില്ലേ? ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത പൈസ തരത്തില്ലേ? നിങ്ങളൊരു സർക്കാർ ജോലി ചെയ്ത് വർക്ക് ചെയ്ത പൈസ തരത്തില്ലേ? പിന്നെ എന്ത് ദൈവം തരാത്തത്? എന്തുകൊണ്ട് ദൈവം തരുന്നില്ല? കാര്യം ദൈവത്തിന് വിശ്വാസമില്ല. യു ആർ നോട്ട് ട്രസ്റ്റിംഗ് ഗോഡ്, യു ആർ ട്രസ്റ്റിംഗ് പീപ്പിൾ. ഒരാളോടല്ല പറയുന്നത് കേട്ടോ, മൊത്തത്തിൽ പറയാൻ. നിങ്ങളെ വിളിച്ചു നിർത്തി പറഞ്ഞെന്ന് വിചാരിക്കല്ലേ. യു ആർ ട്രസ്റ്റിംഗ് ഇൻ യുവർ ബിസിനസ്, യു ആർ ട്രസ്റ്റിംഗ് ഇൻ അതർ പീപ്പിൾ. സോ ഗോഡ് ഈസ് ക്ലോസിംഗ് എവറി ഡോർ. ഐ വാസ് എ റെയിൽവേ കോൺട്രാക്ടർ. ഞാനൊരു റെയിൽവേ കോൺട്രാക്ടറായിരുന്നു. ഐ ലോസ്റ്റ് ദ ബിസിനസ്. ദെൻ ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് ആൻഡ് ഗോഡ് സ്പോക്ക് ടു മീ. ഞാൻ റെയിൽവേ കോൺട്രാക്ടറായിരുന്നു, പണിക്ക് നഷ്ടം വന്നു, ഞാൻ പ്രാർത്ഥന തുടങ്ങി. God spoke to me, now you do the ministry. ദൈവം എന്നോട് പറഞ്ഞു, നീ ഇനി ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറഞ്ഞു. I incurred many loss in that business. ആ റെയിൽവേ ബിസിനസ്സിൽ ഒത്തിരി പണിക്ക് നഷ്ടം വന്നു. Not because of my failure, എൻ്റെ കുഴപ്പം കൊണ്ടല്ല. Because God wanted to change my life. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞ് അവിടെ ഒരു നഷ്ടം വരുത്തി. Now I can do the railway contract work very well. എനിക്ക് റെയിൽവേ കോൺട്രാക്ട് വർക്ക് ഇപ്പോഴും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഐ വാസ് ലേയിങ് ദ ട്രാക്സ്. റെയിൽവേ പാളങ്ങൾ ഇടുന്നതായിരുന്നു എൻ്റെ ജോലി. വൈ ഐ എം നോട്ട് ഗോയിങ്? ഐ ഡോണ്ട് വാണ്ട് ടു സെർവ് എനിവൺ. ഐ വാണ്ട് ടു സെർവ് ദ ഓൾമൈറ്റി ലോർഡ്. ഈവൻ ഇഫ് സംബഡി ഈസ് സേയിങ് ഐ വിൽ ഗിവ് യു ദ IAS ജോബ്, IAS ജോലി തരാമെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ടു സെർവ് എനി ഗവൺമെൻറ് ഓർ എനി അതർ പേഴ്സൺ. I want to serve the Almighty Lord because Jesus died for me. യേശുവാണ് എനിക്ക് വേണ്ടി മരിച്ചത്. So I want to serve Jesus. എത്രയൊക്കെ മനസ്സിലായി? എത്രയൊക്കെ മനസ്സിലായി? When I started doing the ministry, my father told me, നിങ്ങൾ ദൈവവേല ചെയ്താൽ എങ്ങനെ? നിങ്ങൾക്ക് 2 പെൺകുട്ടികളല്ലേ ഉള്ളത്, അവരുടെ കാര്യം ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രാരാബ്ദം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ദൈവവേല ചെയ്താൽ എങ്ങനെ? പൈസ ഉള്ളവർ ചെയ്യട്ടെ. Those who have money, let them do the work. പൈസ ഇല്ലാത്ത നിങ്ങൾ പോയി ദൈവവേല ചെയ്താൽ what will happen to your 2 daughters? ഇത്രയും മനസ്സിലായി? I thought God will give me. My elder daughter is psychiatrist in എറണാകുളം മെഡിക്കൽ കോളേജ്. എറണാകുളം മെഡിക്കൽ കോളേജിൽ സൈക്കാട്രിസ്റ്റാണ് എൻ്റെ മൂത്ത മകൾ. My younger daughter is working in L&T, Larsen & Toubro, Bangalore. She is working. They are taking care of themselves. അവരൊക്കെ അവരുടെ കാര്യം നോക്കിയിരിക്കുകയാണ്. And somebody is asking, will your children give you money?
ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പൈസ തരാറുണ്ടോ? I told, I can give them money abundantly. അവർക്ക് കൊടുക്കാൻ എനിക്ക് ദൈവം തരുന്നുണ്ട്, പിന്നെ എന്തിനാ അവരുടെ പൈസ എനിക്ക്? Praise the Lord. You serve the Lord. You love the Lord and serve the Lord. Jesus wants you to serve the Lord, but because you are looking at the circumstance, you cannot do the ministry. നിങ്ങൾ സാഹചര്യം നോക്കിക്കൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായേ? നിങ്ങൾ വേറെ ചിന്തകളൊക്കെ മാറ്റി ദൈവവേല ചെയ്യും. യു ഹാവ് എ പ്രൊഫറ്റിക് അനോയിന്റിംഗ്. നിങ്ങളൊരു പ്രവാചക ശുശ്രൂഷയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാവും. ആണോ? യു വിൽ ഗെറ്റ് റെവലേഷൻ. നിങ്ങൾക്ക് വെളിപ്പാടും ദർശനമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ നിങ്ങൾ അതിൽ ഉയർന്നു വരും. നിങ്ങൾ അത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. യു ആർ സെറ്റ് ഫ്രീ. ബന്ധനത്തിൽ നിന്നൊക്കെ വിടുതലായി അല്ലേ? സ്റ്റിൽ ദർ ഇസ് സം അൺഹാപ്പിനെസ്. ഇപ്പോഴും ചെറിയൊരു നിരാശയൊക്കെ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴും നിരാശയുണ്ടോ? ഗോഡ് വിൽ എസ്റ്റാബ്ലിഷ് യു. നിങ്ങളെ ദൈവം അംഗീകരിക്കാൻ പോവുകയാണ്. He will give you a new house. നിങ്ങൾക്കൊരു പുതിയ വീട്, നിങ്ങളുടെ വീട് ഒരു ആഗ്രഹിക്കുകയാണ്. ഒരു വീട് ഒരു വീട് ദൈവം കൊടുത്തു, എന്നിട്ട് വീണ്ടും ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ഗുഡ്. ഒരു വീട് തന്നു, വീണ്ടും അടുത്ത വരുന്നു. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം പൗടിക്കോണം. യുനോ പൗടിക്കോണം? അതല്ല, വേറെ ഒരെണ്ണം വരുന്നു പൗടിക്കോണത്ത് നിന്ന്. എന്തിനാ വേറെ വീട് ആഗ്രഹിച്ചത്? പിന്നെ വൺ ന്യൂ ഹൗസ് ഇസ് കമ്മിങ് ഫ്രം പൗടിക്കോണം. പൗടിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം നിങ്ങളുടെ മകൾക്ക് വീട് തരുന്നു. ആൻഡ് കമ്മിങ് ഡേയ്സ് യു വിൽ കം ഹിയർ ബൈ കാർ. കാറിലായിരിക്കും നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ. ആൻഡ് ന്യൂ ഡോർസ് ആർ ഓപ്പൺ. നിങ്ങൾ പുതിയ വഴികളൊക്കെ, ഈ പറഞ്ഞൊക്കെ വിശ്വാസമാണ്. ഇതുവരെ നടന്നിട്ടുണ്ടോ? ഓക്കെ. സോ ദിസ് ഈസ് ദ വേർഡ്. യു ആർ ഹാവിങ് ഇൻഫെക്ഷൻ. കഫക്കെട്ട് എങ്ങനെ, എന്താ ഇൻഫെക്ഷൻ? ഹീൽഡ്. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഈസ് ഹീൽഡ്. നിങ്ങളുടെ വീട്ടിൽ എന്തോ മെയിൻ്റനൻസ് ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. ടോയ്ലറ്റ് പോലെ എന്തോ അങ്ങനെ എന്തോ വർക്കുകൾ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. പൈപ്പ് പൊട്ടിക്കിടക്കുകയാണ് അല്ലേ? സോ ഇറ്റ് ഈസ് ബാത്റൂമിൽ. സോ വെരി സൂൺ ഇറ്റ് വിൽ ബി റെക്ടിഫൈഡ്. അതെല്ലാം ശരിയാക്കുന്നതായിരിക്കും. ദർ ആർ മെനി പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. യു കനോട്ട് റീഡ് ദ ബൈബിൾ വെരി വെൽ. ബൈബിൾ അങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല. ശരിയാണോ? You are preaching the word, but you cannot read the Bible very well because many problems are coming. One by one, the problems are coming. Every day you ask the Lord, which is the word for you. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് പ്രാർത്ഥിക്കേണ്ടത്, ഇന്നത്തേക്ക് എനിക്കൊരു വചനം തരണമെന്ന്. അങ്ങനെയാണ് ചോദിക്കുന്നത്. സോ ദാറ്റ് യു മെഡിറ്റേറ്റ് ദാറ്റ് വേർഡ് ആൻഡ് വാക്ക് ഇൻ ദാറ്റ് വേർഡ്. ചേഞ്ച് ഇൻ ദ ലൊക്കേഷൻ. നിങ്ങളുടെ താമസം മാറുന്നു. നിങ്ങളുടെ കാലിന് ദൈവം സൗഖ്യം തരുന്നു. യു ഹാവ് എ ലെഗ് പെയിൻ ആൻഡ് ഇറ്റ് ഈസ് ഹീൽഡ്. വാക്ക് ബൈ ഫെയ്ത്ത്. കാണാതെ നിങ്ങൾ കണ്ടിട്ട് പോകുന്ന ആളാണെന്ന് തോന്നുന്നു. കാണാതെ പോവുക, വിശ്വാസത്താൽ നടക്കുക. God is giving you a new house and deliverance in the body. Mother is healed. അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം തരുന്നു. നിങ്ങൾക്ക് ഒരു സ്ഥലവും ദൈവം തരുന്നു. പ്രോപ്പർട്ടി ഈസ് കമ്മിങ്. സോ ദിസ് ഈസ് ദ വേർഡ്. ദൂതായി അല്ലേ? ഇനി ചിലവർക്ക് ദൂത് കിട്ടാനായിട്ടുണ്ട്. നിങ്ങൾക്ക് വിദേശത്തു നിന്നൊരു സന്തോഷ വാർത്ത വരുന്നു. നിങ്ങൾക്ക് വിദേശത്ത് ആരെങ്കിലും ബന്ധമുണ്ടോ? അതല്ല, ഹാപ്പി ന്യൂസ് ഇസ് കമ്മിങ് ഫ്രം എബ്രോഡ്. നിങ്ങളുടെ വീട്ടിൽ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മരുമകള് തയ്യലിൻ്റെ ജോലിയാണോ? എവിടെ താമസിക്കുന്നത്? ഏത് മരുമകള്? മൂത്ത മരുമകള് തയ്യലുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? സോ യുവർ ഡോട്ടർ ഇൻ ലോ വിൽ ഗോ ടു എമിറേറ്റ്സ്. എമിറേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ മരുമകള് തയ്യൽ ജോലിയായിട്ട് പോകും. ദെൻ യുവർ സൺ വിൽ ഓൾസോ ഗോ ആഫ്റ്റർ ഹെർ. മരുമകൾ പോയ ശേഷം
നിങ്ങളുടെ മകനും പോവും. ഇപ്പം ഭയങ്കര സാമ്പത്തിക വിഷയമാണ് വീട്ടിലാണോ? വൈ ഈസ് നോട്ട് ഗോയിങ് ഫോർ എനി ജോബ്? ജോലിക്കൊന്നും പോകുന്നില്ലേ? പോകുന്നുണ്ടോ? പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ കാണുന്നു. എന്താ സാമ്പത്തിക ബുദ്ധി? പുള്ളിക്ക് നടുവേന ഉണ്ടോ? ആ, ഇപ്പോഴും ഉണ്ടോ? ഗോഡ് ഈസ് ഹീലിംഗ് യുവർ സൺസ് ബാക്ക് പെയിൻ. പുള്ളി എന്താ ഈ ആശാരിപ്പണിയായിട്ട് വല്ല കാർപ്പൻട്രി അല്ല അങ്ങനത്തെ എന്തെങ്കിലും മരത്തിൻ്റെ ഇടപാട് എന്ത് പണി ചെയ്യുന്നത്? യൂണിയനില്ല. മരവും ഇങ്ങനെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ അല്ല, കലാവസ്തുക്കൾ പോലെ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. യുവർ സൺ, യുവർ ഡോട്ടർ ഇൻ ലോ വിൽ ഗോ ഫസ്റ്റ്, then your son will go in the trade of carpentry. അവിടെ ഗൾഫിൽ പോയി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടത്തില്ല കേട്ടാ. അതുകൊണ്ട് ദൈവമാണ് പറയുന്നത്, മരുമോനോട് പറയാം അല്പം ഈ ആശാരിപ്പണി പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന്. മരം കാണണ്ടേ സർട്ടിഫിക്കറ്റിൽ വരുമ്പോൾ? ആ മരുമോൻ അല്ല, ഈ മകൻ